ഇത് ഈ കാണുന്ന 13 സെന്റ് പ്ലോട്ടിൽ ഒരു അടിപൊളി ട്രഡീഷണൽ സ്റ്റൈൽ കേരള വീട് നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്ലോട്ട് ഉള്ളത് കണ്ണൂരിലാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്ലോട്ടിൽ നിർമ്മിക്കേണ്ട വീട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് ഈ വീഡിയോയിൽ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വീട്. ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് പറയാവുന്നത് ഈ വീടിന്റെ എക്സ്റ്റീരിയറിലുള്ള ഈ ഒരു ചെരിഞ്ഞ റൂഫാണ്. ഈ റൂഫ് തന്നെയാണ് ഈ വീടിന്റെ ഭംഗി എന്ന് പറയാവുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കാർ പോർഷൻ നൽകിയിട്ടുണ്ട്. വീട് പുറമേ നിന്ന് നോക്കിയാൽ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ വീടാണെങ്കിൽ കൂടി എല്ലാ മോഡേൺ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു വീടാണിത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നോക്കാം. വീടിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു ടി ഷേപ്ഡ് സിറ്റൗട്ട് നൽകിയിട്ടുണ്ട്. സിറ്റൗട്ട് കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ ഫോയർ സ്പേസിലേക്കാണ്. ഫോയറിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഫോമൽ ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഫോയറിൽ നിന്ന് നമ്മൾ നേരെ പോയാലെത്തുക ഈ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫാമിലി ലിവിങ്ങിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടും വിൻഡോസ് നൽകിയിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചെല്ലാം ഇതുവഴി ഈ ഏരിയയിലേക്ക് ലഭിക്കുന്നതാണ്. ഫാമിലി ലിവിംഗിൽ നിന്ന് നേരെ പോയാൽ നമ്മൾ എത്തുക ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വാഷ് ഏരിയ, കോമൺ ടോയ്ലറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് നല്ല വെളിച്ചവും കാറ്റും ലഭിക്കാനായിട്ട് ഒരു പാറ്റിയോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിന്റെ അടുത്തായിട്ട് തന്നെ കിച്ചൺ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു വർക്ക് ഏരിയ, ഒരു സ്റ്റോറും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം 2 ബെഡ്റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം, ഗസ്റ്റ് ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമോട് ചേർന്നും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. നല്ല വെളിച്ചം കാറ്റും എല്ലാം ലഭിക്കുന്ന രീതിയിലാണ് എല്ലാ ബെഡ്റൂംസും എല്ലാ സ്പേസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല വെളിച്ചം വീടിനകത്തേക്ക് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. വീടിന്റെ ഈ സ്റ്റെയർ കേസ് വഴി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമ്മൾ എത്തിച്ചേരുക ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. അപ്പർ ലിവിംഗിൽ നിന്ന് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് ഒരു സീൻ ബിലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിംഗിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ടാണ് 2 ബെഡ്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിൽ ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമോട് ചേർന്നും അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചം എല്ലാം ലഭിക്കുന്ന രീതിയിലാണ് വിൻഡോസ് എല്ലാം പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഈ ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ. ഈ പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്ക് വീടിന്റെ കുറച്ച് 3D വ്യൂസ് കാണാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1678 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 846 സ്ക്വയർ ഫീറ്റും കാർ പോർച്ച് ഏരിയ 150 സ്ക്വയർ ഫീറ്റുമാണ്. ടോട്ടൽ ഏരിയ 2674 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നിർമ്മിക്കാനുള്ള ബഡ്ജറ്റ് കണക്കാക്കുന്നത് 53 ലക്ഷം രൂപയാണ്.
സർവീസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പാണ് ചെയ്യേണ്ടത്, കോളല്ല. വാട്സപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീടും പ്ലാനും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.